ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വികാസ തലങ്ങളും വികാസ തത്വങ്ങളും എന്നതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വികാസ തലങ്ങൾ എന്നതിൽ നമ്മൾ വളർച്ച എന്താണെന്നും വികാസം എന്താണെന്നും അതുപോലെ വികാസ തത്വങ്ങൾ എന്താണെന്നും നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ അത് വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വികാസ തലങ്ങളെക്കുറിച്ചാണ്. വികാസ തലങ്ങൾ അല്ലെങ്കിൽ വികാസ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്, അതായത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ പ്രധാനമായിട്ടും വിവിധ ഘട്ടങ്ങളിലൂടെയാണ് അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമതാണ് ശാരീരിക വികസനം. ശാരീരിക വികസനം. രണ്ടാമത്തേതാണ് വൈജ്ഞാനിക വികസനം, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. വൈജ്ഞാനിക വികസനം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അടുത്തതാണ് സാമൂഹിക വികാസം. സാമൂഹിക വികാസം, സോഷ്യൽ ഡെവലപ്മെൻറ്റ്. സാമൂഹിക വികാസം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അടുത്തത് സാൻമാർഗിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെൻറ്റ്. സാൻമാർഗിക വികാസം അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെൻറ്റ്. വൈകാരിക വികസനം അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. വൈകാരിക വികാസം അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. അടുത്തതാണ് ഭാഷാ വികസനം. ഭാഷാ വികസനം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഭാഷാ വികസനം അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇത്രയുമാണ് നമ്മുടെ വികാസ തലങ്ങൾ എന്ന് പറയുന്നത്. വികാസ തലങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒന്നാമത്തെ ഭാഗമാണ് ശാരീരിക വികസനം അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ശാരീരിക വികസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വികാസം എന്നെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മനഃശാസ്ത്രജ്ഞർ ഒരു വ്യക്തിയുടെ ജീവിതകാലത്തെ സമാനമായ ചില സവിശേഷതകൾ പുലർത്തുന്ന ഒരു വ്യത്യസ്ത പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ഒരേപോലെയുള്ള സമാന സവിശേഷതകൾ പുലർത്തുന്ന ഘട്ടങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതനുസരിച്ച് നോക്കിയിട്ട് പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ജനനത്തിന് മുൻപുള്ള ഘട്ടം, അപ്പോൾ ഗർഭപാത്രത്തിനകത്ത് വെച്ചുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥ, അതായത് ജനനപൂർവ്വഘട്ടം, പ്രീ നേറ്റൽ സ്റ്റേജ്, അതായത് ജനനത്തിന് മുമ്പുള്ള ഘട്ടമാണ്, ജനനപൂർവ്വഘട്ടമാണ്. അപ്പോൾ ഈ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ശിശുവിൻ്റെ വികസനം നടക്കുന്നുണ്ട്. അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിൽ എത്തിച്ചേരുന്ന സുപ്രധാന ഘട്ടത്തിന് പറയുന്ന പേരാണ് ജനനപൂർവ്വഘട്ടം. ഇനി വികാസ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞ എന്താണ്? ആദ്യത്തേത് ജനനപൂർവ്വഘട്ടം. ജനനപൂർവ്വഘട്ടം അല്ലെങ്കിൽ പ്രീനേറ്റൽ സ്റ്റേജ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രാഗ് ജന്മം എന്നും പറയാം. ജനനപൂർവ്വഘട്ടം അല്ലെങ്കിൽ പ്രീനേറ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാഗ് ജന്മം എന്ന് പറയാം. ഈ ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയുള്ള ഘട്ടമാണ്. അപ്പം ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയുള്ള ഘട്ടത്തിന് പറയുന്ന പേരാണെന്ത്? ജനനപൂർവ്വഘട്ടം അല്ലെങ്കിൽ പ്രാഗ് ജന്മം അല്ലെങ്കിൽ പ്രീനേറ്റൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. ഇതിനെ തന്നെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൂന്നായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബീജാങ്കുരണ ഘട്ടം അല്ലെങ്കിൽ ജീവസ്ഫുരണ ഘട്ടം അല്ലെങ്കിൽ ജെർമിനൽ സ്റ്റേജ് എന്ന് പറയും. അതായത് ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയുള്ള ഘട്ടത്തിന് പറയുന്ന പേരാണ് ജെർമിനൽ സ്റ്റേജ് അല്ലെങ്കിൽ ബീജാങ്കുരണ ഘട്ടം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭ്രൂണഘട്ടമാണ്, അതായത് എംബ്രിയോണിക് സ്റ്റേജ് അല്ലെ. ആദ്യത്തേത് ജെർമിനൽ സ്റ്റേജ് ആണ്, അതായത് ബീജാങ്കുരണ ഘട്ടമാണ്, ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെയാണ്. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഭ്രൂണഘട്ടമാണ്, അല്ലെ എംബ്രിയോ ആയിട്ട് മാറിയത്, ആ എംബ്രിയോണിക് സ്റ്റേജ്. അപ്പോൾ ഈ ബീജാങ്കുരണ ഘട്ടത്തിൻ്റെ ലാസ്റ്റ് 2 ആഴ്ചയുടെ അവസാനം മുതൽ 10 ആഴ്ച വരെ, അതാണ് ഭ്രൂണഘട്ടം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഘട്ടമാണ് ഫീറ്റൽ സ്റ്റേജ് അല്ലെങ്കിൽ ഗർഭഘട്ടം എന്ന് പറയുന്നത്. ഈ 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെയാണ് എന്ത്? ഗർഭഘട്ടം എന്ന് പറയുന്നത്. അപ്പം ബീജാങ്കുരണ ഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം. അത് ഏതിൽ വരുന്നതാണ്? ജനനപൂർവ്വഘട്ടത്തിൽ വരുന്ന ഒന്നാമത്തെ ജനനപൂർവ്വഘട്ടത്തിൻ്റെ ഡിവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ബീജാങ്കുരണ ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭധാരണം മുതൽ 2 ആഴ്ച വരെ, ഭ്രൂണഘട്ടം എന്ന് പറഞ്ഞാൽ 2ാമത്തെ ആഴ്ചയുടെ അവസാനം മുതൽ 10ാമത്തെ ആഴ്ച വരെ, ഗർഭഘട്ടം എന്ന് പറയുന്നത് 10ാമത്തെ ആഴ്ച മുതൽ ജനനം വരെയുള്ള ഈ 3 ഘട്ടങ്ങൾ ഏതിൽ വരുന്നതാണ്? ജനനപൂർവ്വഘട്ടത്തിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ ഗർഭധാരണം മുതൽ ജനന നിമിഷം വരെയുള്ള ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം. അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. ബീജാങ്കുരണ ഘട്ടം, ഭ്രൂണഘട്ടം, ഗർഭഘട്ടം. നെക്സ്റ്റ് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ജനനം നടന്നതിന് ശേഷമുള്ളതാണ്, ജനനാന്തര ഘട്ടം. ജനനാന്തര ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ സ്റ്റേജ് എന്ന് പറയും. അതായത് ജനനം മുതൽ ഇങ്ങോട്ടുള്ള ഘട്ടത്തിനെയാണ് ജനനാന്തര ഘട്ടം എന്ന് പറയുന്നത്.
അതിലാദ്യം എന്ന് പറഞ്ഞാൽ ഇൻഫൻസിയാണ്, ശൈശവമാണ് അല്ലേ. ജനനം മുതൽ 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള ഘട്ടത്തിന് പറയുന്ന പേരാണ് ശൈശവം, ഇൻഫൻസി സ്റ്റേജ് എന്ന് പറയും. അതിനുശേഷമുള്ള ആ ഒരു 3 വയസ്സിന് ശേഷം ഉള്ള ഘട്ടമാണ് അടുത്തത് എന്താണ്, ബാല്യം അല്ലേ. ജനനാന്തര ഘട്ടം, അതിനുശേഷം ആദ്യത്തെ എന്താണ്, ശൈശവമാണ്. അടുത്ത ഘട്ടം ഏതാണ്, ജനനാന്തര ഘട്ടത്തിന് ശേഷം ആദ്യത്തേത് ശൈശവം, അടുത്ത ഘട്ടം ബാല്യമാണ്. ബാല്യം എന്ന് പറഞ്ഞാൽ ശൈശവകാലം കഴിഞ്ഞ് ഒരു 2-3 വയസ്സ് വരെയൊക്കെ, ജനിച്ചു കഴിഞ്ഞ് ഒരു 2-3 വയസ്സ് വരെയൊക്കെ ശൈശവമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടം 3 മുതൽ ഒരു 12 വയസ്സ് വരെയുള്ള ഘട്ടത്തിന് പറയുന്ന പേരാണ് ബാല്യം എന്ന് പറയും. 3 മുതൽ 12 വയസ്സ് വരെ. ഈ ബാല്യത്തിനെ 3ആയിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതായത് ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്, 3 മുതൽ 6 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യ ബാല്യമാണ്, ബാല്യത്തിൻ്റെ തുടക്കമാണ് ആദ്യ ബാല്യം. അതായത് 3 മുതൽ ഒരു 6 വയസ്സ് വരെ. ഇനി മധ്യബാല്യം അല്ലെങ്കിൽ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 6 മുതൽ 9 വയസ്സ് വരെയാണ്. 6 മുതൽ 9 വയസ്സ് വരെയാണ് മധ്യബാല്യം. ഇനി അന്ത്യബാല്യം അതെന്ന് പറഞ്ഞാൽ ലേറ്റർ ചൈൽഡ്ഹുഡാണ്, 9 മുതൽ 12 വയസ്സ് വരെ. ഇങ്ങനെ ബാല്യത്തെ 3ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യ ബാല്യം, മധ്യബാല്യം, അന്ത്യബാല്യം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ ജനനപൂർവ്വഘട്ടം പറഞ്ഞു, ജനനാന്തര ഘട്ടത്തിൽ ശൈശവം പറഞ്ഞു, ബാല്യം പറഞ്ഞു അല്ലേ. അടുത്ത ഘട്ടം അടുത്ത ഘട്ടമാണിത്, കൗമാരം അല്ലെങ്കിൽ അഡോളസെൻസ് എന്ന് പറയും അല്ലേ. ജനനാന്തര ഘട്ടത്തിന് ശേഷം കൗമാരം അല്ലെങ്കിൽ അഡോളസെൻസ് എന്ന് പറയും. അതായത് ഈ ബാല്യത്തിന് ശേഷം, ബാല്യം 12 വയസ്സ് വരെ ബാല്യമാണ്. അതിനുശേഷം 12 മുതൽ ഒരു 18-20 വരെയുള്ള വയസ്സ് വരെയുള്ള ഘട്ടം നമ്മൾ പറയുന്ന പേരാണ് കൗമാരഘട്ടം എന്ന് പറയുന്നത്. അടുത്തതാണ് യൗവനഘട്ടം അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ് എന്ന് പറയും. അത് 20 മുതൽ 50 വയസ്സ് വരെ എന്താണ്, യൗവനഘട്ടമാണ്, അതായത് അഡൾട്ട്ഹുഡാണ്, 20 മുതൽ 50 വയസ്സ് വരെ. നെക്സ്റ്റ് 50 വയസ്സിന് ശേഷമുള്ളതാണ് വാർദ്ധക്യം. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് എന്താണ്, വികാസഘട്ടം ഏതാണ്, വാർദ്ധക്യം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആണ്. 50 വയസ്സിന് ശേഷമുള്ളത് വാർദ്ധക്യമാണ്. ഇതാണ് ഈ വികാസഘട്ടങ്ങളും അതിൻ്റെ ഏകദേശം ഒരു പ്രായപരിധിയും തന്നിരിക്കുന്നത്. അപ്പോൾ വികാസഘട്ടങ്ങളിൽ ഓരോന്നും നമ്മൾ എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ജനനപൂർവ്വഘട്ടമാണ് തുടങ്ങുന്നത് അല്ലേ. ജനനപൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീനേറ്റൽ സ്റ്റേജാണ്. അത് ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശുവിൻ്റെ വികസനമാണ് ഈ ഒരു ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ ജനനപൂർവ്വഘട്ടത്തിൽ ഒരു വികാസം തുടങ്ങുന്നത്, ഗർഭധാരണം തൊട്ട് ജനിക്കുന്ന സമയം വരെയുള്ള ഒരു 280 ദിവസമാണ് ജനനപൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ വികാസം നടക്കുന്നത് എങ്ങനെയാണ്, ഗർഭധാരണം തൊട്ട് ഈ ജനിക്കുന്ന ആ ഒരു 280 ദിവസം വരെ. ഇനി ഗർഭപാത്രത്തിൽ നമ്മുടെ ശിശുവിൻ്റെ വളർച്ചയെ ഈ ഒരു ജനനപൂർവ്വഘട്ടത്തിൽ നമുക്ക് ഘടനാപരവും അതുപോലെ ധർമ്മപരവുമായിട്ടുള്ള വികാസം നമുക്ക് ഇവിടെ ദൃശ്യമാകുന്ന ഘട്ടമാണ് ഇത്, ഈ ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത്. കുട്ടിയുടെ വികാസം ഘടനയിലും ധർമ്മത്തിലുമൊക്കെ വികസനം നടക്കുന്ന ഘട്ടമാണ് ജനനപൂർവ്വഘട്ടം. ഈ കുട്ടി ജനിച്ചു അല്ലേ, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടി ജനിക്കുന്നതിന് മുൻപ് എന്താണ് കുട്ടിയുടെ വികസനത്തെ അല്ലെങ്കിൽ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്. കുട്ടി ജനിച്ച ശേഷം നമുക്ക് പറയാൻ പറ്റും കുട്ടിയുടെ രീതികളാണ് അല്ലേ. എന്നാൽ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളത് എന്താണ്, കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന ജനനപൂർവ്വഘട്ടത്തിൽ കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അമ്മയുടെ ആരോഗ്യം, അമ്മയുടെ ആഹാരം, അമ്മയുടെ വൈകാരികാനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ. ഇത് തന്നെയാണ് ഈ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇതനുസരിച്ചിട്ടാണ് പിന്നീടുള്ള ആ ഒരു വ്യക്തിയുടെ ആ ഒരു കുട്ടിയുടെ വളർച്ച ഇരിക്കുന്നത് അല്ലേ. പിന്നീടുള്ള കുട്ടിയുടെ വികാസവും വളർച്ചയും എല്ലാം എന്തിനെ ആശ്രയിച്ചിരിക്കും, ഈ ഒരു ജനനപൂർവ്വഘട്ടത്തിലെ അമ്മയുടെ ആരോഗ്യവും അമ്മയുടെ ആഹാരവും വൈകാരികാനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഈ ഒരു ജനനപൂർവ്വഘട്ടത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്, കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് കുട്ടി ജനിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, കുട്ടിയുടെ വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇതാണ് ജനനപൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്,
ശൈശവം എന്ന് പറയുന്നത്, അല്ലേ? ശൈശവം. അപ്പോൾ നമുക്കറിയാം ഒരു കുട്ടി ആദ്യമായിട്ട് തൻ്റെ ആശയപ്രകടന ശേഷി പ്രകടിപ്പിക്കുന്നത് എന്തിലൂടെയാണ്? കുട്ടി ജനിച്ച് പുറത്തു വരുന്ന സമയത്ത് കുട്ടി കരയുന്നു, അല്ലേ? അപ്പോൾ ഈ കരച്ചിലൂടെയാണ് കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത് എന്തിലൂടെയാണ്? കരയുന്നതിലൂടെയാണ്. ഇനി അതിനുശേഷം കുട്ടി ജനിച്ചതിന് ശേഷമുള്ള ഘട്ടമാണ് നമ്മൾ പറഞ്ഞത് ജനനാന്തര ഘട്ടം. ജനനാന്തര ഘട്ടത്തിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ശൈശവം അല്ലെങ്കിൽ ഇൻഫൻസി സ്റ്റേജ് ആണ്. ശൈശവം അല്ലെങ്കിൽ ഇൻഫൻസി സ്റ്റേജ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജനനം മുതൽ, ജനിച്ച് കുട്ടി വീണ് കരഞ്ഞു തുടങ്ങുന്നത് മുതൽ 3 വയസ്സ്, 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള ആ ഘട്ടം, ജനനം മുതൽ 2 വയസ്സ് 3 വയസ്സ് വരെയുള്ള ഘട്ടമാണിത് ശൈശവം ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി പുതിയ ഒരു പരിസ്ഥിതിയോട് ചേരുന്നത്, അല്ലെ, പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുന്നതും കുട്ടിയുടെ ഒരു സ്വാശ്രയ ജീവിതത്തിലേക്കുള്ള കുട്ടിയുടെ ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശൈശവമാണ്, അല്ലെ? പുതിയൊരു പരിസ്ഥിതിയോട് കുട്ടി പൊരുത്തപ്പെടുവാനും അതുപോലെ കുട്ടിയൊരു സ്വാശ്രയ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഘട്ടം ഏതാണ്? ശൈശവമാണ്. ജനനം മുതൽ ആദ്യത്തെ 3 വർഷമാണ് ശൈശവമായിട്ട് കണക്കാക്കുന്നത്. ഇനി ജനിച്ച് ആദ്യത്തെ 2 ആഴ്ച, അല്ലെ, ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയാം നമ്മൾ എന്താ പറയുക? നിയോനേറ്റൽ സ്റ്റേജ് ആണ്. കുട്ടി ഏത് സ്റ്റേജിലാണ്? നിയോനേറ്റൽ സ്റ്റേജ്. അതായത് നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടമാണ്. അതായത് ജനിച്ച് ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് എന്ത് ഘട്ടമാണ്? നവജാത ശിശുവാണ്, അല്ലെ? നവജാത ശിശുവാണ്. ആദ്യത്തെ 2 ആഴ്ച കുട്ടി എന്താണ്? നവജാത ശിശുവാണ്. 3-ാമത്തെ ആഴ്ച മുതൽ 3 വയസ്സ് വരെയുള്ള പീരീഡ് അറിയപ്പെടുന്നത് എന്താണ്? ബേബിഹുഡ് പീരീഡ് ആണ്, അല്ലെ? ബേബിഹുഡ് പീരീഡ്. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് ജനിച്ച് വീഴുന്ന ആദ്യത്തെ ഇതെന്താണ്? കരയുന്നതാണ്, അല്ലെ? കരയിലൂടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ആശയപ്രകടനങ്ങൾ നടത്തുന്നത്. അങ്ങനെ ജനിച്ചു വീഴുന്ന കുട്ടി ഒരു പുതിയ പരിസ്ഥിതിയിലേക്കാണ് വരുന്നത്, അല്ലെ? പുതിയ പരിസ്ഥിതിയിലേക്ക് അത് സ്വാശ്രയമായിട്ട് ജീവിക്കുകയാണ്. ഇതുവരെ അമ്മയുടെ തണലിൽ ജീവിച്ചിരുന്ന കുട്ടി എന്ത് ചെയ്യണം? പുതിയൊരു പരിസ്ഥിതിയിലേക്ക് വന്നു സ്വാശ്രയത്തോടുകൂടി ജീവിക്കുന്നു. ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് നവജാത ശിശുവാണ്. പിന്നീടുള്ള 3 വയസ്സ് വരെയുള്ള ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ബേബിഹുഡ് പീരീഡാണ്. ഇനി നമുക്ക് ഈ ശൈശവത്തിലെ എങ്ങനെയാണ് കുട്ടിയുടെ വികസനങ്ങളെന്ന് നോക്കാം. കുട്ടിയിൽ ശൈശവത്തിൽ എന്ത് വികസനമാണ് നടക്കുന്നത്? കുട്ടിയിൽ പലതരത്തിലുള്ള വികാസം നടക്കുന്നുണ്ട്. കായികവും ചാലകശേഷിപരവുമായ വികാസം, വൈകാരിക വികാസം, ബൗദ്ധിക വികാസം, സാമൂഹികവും സാൻമാർഗികവുമായ വികാസം, ഭാഷാ വികസനം, ഇതൊക്കെ നടക്കുന്നുണ്ട് ഈ ശൈശവഘട്ടത്തിൽ തുടങ്ങുകയാണ്. ഈ വികസനങ്ങളുടെയൊക്കെ സ്റ്റാർട്ടിങ് നടക്കുന്നത് ശൈശവഘട്ടത്തിലാണ്. ഇനി അതിലൊന്നാമതാണ് കായികവും ചാലകശേഷിപരവുമായിട്ടുള്ള വികസനം എന്ന് പറയുന്നത്. കായിക വികസനം വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ നടക്കുകയും ശരീരധർമ്മങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ സ്ഥിരവുമാകുന്ന ഒരു വികസന ഘട്ടമാണ് കായികവും ചാലകശേഷിപരവുമായ വികസനം. ഇത് കുട്ടിക്കായി കാലിട്ടെടുക്കുകയും ഒക്കെ നടക്കുന്നുണ്ട്, അല്ലേ? അപ്പം ഇനി കായികവും ചാലകശേഷിപരവുമായ വികസനം കുട്ടിയിൽ നടക്കുന്നുണ്ട്. ദ്രുതഗതിയിലാണ് ഈ ഒരു ഘട്ടത്തിൽ കായിക വികസനം നടക്കുന്നത്. അടുത്ത വികസനമാണ് വൈകാരിക വികസനം. കുട്ടിയുടെ ആദ്യത്തെ വൈകാരിക പ്രകടനം ഏതാണ്? കരച്ചിലാണ്. കുട്ടിയുടെ ആദ്യത്തെ വൈകാരിക പ്രകടനം ഏതാണ്? കരച്ചിലാണ്. അപ്പോൾ തുടക്കത്തിൽ കരച്ചിലാണ്, പിന്നീട് എന്തായി മാറും? അത് ആനന്ദം, സന്തോഷം, അല്ലെ, അസ്വാസ്ഥ്യം തുടങ്ങിയ വികാരങ്ങളും കുട്ടിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു വൈകാരിക വികസന ഘട്ടത്തിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത്. കുട്ടിയുടെ വൈകാരിക വികസനത്തിൽ ആദ്യഘട്ടം കരച്ചിൽ, പിന്നീട് എന്തായി മാറും? ആനന്ദം, അസ്വാസ്ഥ്യം തുടങ്ങിയ വികാരങ്ങളും കുട്ടിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് വൈകാരിക വികസനം. അടുത്ത വികസനമാണ് ബൗദ്ധിക വികസനം എന്ന് പറയുന്നത്. ഈ ബൗദ്ധിക വികസനം എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ച് 1 മാസം മുതൽ 3 വർഷം വരെ ശരീരചലനങ്ങളുടെ ഒത്തിണക്കവും നിയന്ത്രണവും ക്രമേണ വികസിക്കുന്ന ഘട്ടമാണേത്? ബൗദ്ധിക വികസനം. ഈ ഒരു ഘട്ടത്തിൽ കുട്ടിയുടെ ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് മെച്ചപ്പെടുന്ന വികസന ഘട്ടമാണ് ബൗദ്ധിക വികസനം. അപ്പം ബൗദ്ധിക വികസന ഘട്ടത്തിൽ 1 മാസം മുതൽ 3 വർഷം വരെ കുട്ടിയുടെ ശാരീരിക ചലനങ്ങളുടെ ഒത്തിണക്കവും നിയന്ത്രണവും ക്രമേണ വികസിക്കുകയും ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് മെച്ചപ്പെടുകയും, ഇന്ദ്രിയങ്ങളിലൂടെയാണ് ബൗദ്ധിക വികസനം സാധ്യമാണ്. അപ്പം ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും പെട്ടെന്ന് വികസിക്കുകയും ചെയ്യുന്നത് ഏത് ഘട്ടത്തിലാണ്? ബൗദ്ധിക വികസനമാണ്. അതായത് 1 മാസം മുതൽ 3 വർഷം വരെ.
അടുത്ത ഘട്ടമാണ് സാമൂഹികവും സാൻമാർഗികവുമായിട്ടുള്ള വികസനം. അപ്പോൾ ശൈശവഘട്ടത്തിൽ സാമൂഹികവും സാൻമാർഗികവുമായിട്ടുള്ള വികസനം എന്ന് പറഞ്ഞു. ഇതിൽ കുട്ടിയെ സഹായിക്കുന്ന ആരാണ്? ആദ്യത്തെ ആളാരാണ്? അമ്മയാണ്. അപ്പോൾ ശിശുവിനെ ആദ്യമായിട്ട് സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്മളെ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ആരാണ്? അമ്മയാണ്. അപ്പോൾ ശൈശവഘട്ടത്തിൻ്റെ അവസാനത്തോടെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? മറ്റുള്ള കുട്ടികളുമായിട്ടുമൊക്കെ സമ്പർക്കം പുലർത്താൻ ആയിട്ടുള്ള ഘട്ടമാണ് ഇത് സാമൂഹിക വികസന ഘട്ടം, അല്ലെങ്കിൽ സാമൂഹികവും സാൻമാർഗികവുമായിട്ടുള്ള വികസന ഘട്ടം. അപ്പോൾ ശൈശവഘട്ടത്തിൻ്റെ അവസാനത്തോടെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി മറ്റു കുട്ടികളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന ഘട്ടമാണ് ഇത് സാമൂഹികവും സാൻമാർഗികവുമായിട്ടുള്ള വികസന ഘട്ടം. ഈ ശൈശവത്തിലെ അടുത്തതെന്ന് പറയുന്നത് ഭാഷാ വികസനമാണ്. ഭാഷാ വികസനം അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കായികവും ചാലകശേഷിപരവുമായ വികസനം, വൈകാരിക വികസനം, ബൗദ്ധിക വികസനം, സാമൂഹികവും സാൻമാർഗികവുമായിട്ടുള്ള വികസനം. അടുത്തതാണ് ഭാഷാ വികസനം. ഈ 10 മാസത്തിൽ ആദ്യത്തെ വാക്ക് ഉച്ചരിക്കുന്ന കുട്ടി 1 വയസ്സാകുന്നതോടെ എന്ത് ചെയ്യുന്നുണ്ട്? 3-4 വാക്കുകൾ ഉച്ചരിക്കുന്ന ഒരു വികസന ഘട്ടമാണ് ഇത് ഭാഷാ വികസനം എന്ന് പറയുന്നത്. ഈ ഭാഷാ വികസനവുമായിട്ട് സഹബന്ധം പുലർത്തുന്നതാണ് എന്ത്? ബുദ്ധി എന്ന് പറയുന്നത്. ഭാഷാ വികസനവുമായിട്ട് ഒരു ബന്ധമുള്ളതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ശൈശവത്തിലെ വികസന ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ശൈശവത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്താണ് ശൈശവഘട്ടത്തിലെ പൊതുവായിട്ട് മൊത്തത്തിൽ നമ്മൾ പൊതുവായിട്ട് ശൈശവഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഈ ശൈശവഘട്ടത്തിൽ ശിശുക്കൾ എപ്പോഴും എന്തായിരിക്കും? പ്രവർത്തന നിരതമാകാനുള്ള താല്പര്യമാണ് അല്ലെ. എപ്പോഴും അവർ വെറുതെ ഇരിക്കില്ല, എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കും. അതുപോലെ തന്നെ അനുകരണ വാസന അല്ലെ, എന്തിനേയും ഇപ്പോൾ കാക്കയെയും പൂച്ചയെയും പട്ടിയെയും നമ്മളെയും മനുഷ്യരെയും അമ്മമാർ അല്ലെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? എല്ലാത്തിനോടും ഒരു അനുകരണ വാസന കാണിക്കുന്നു. പിന്നെ ജിജ്ഞാസ കാണിക്കുന്ന ഘട്ടം, ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം. അതുപോലെ ചലനാത്മകത കാണിക്കുന്നു അല്ലെ, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ചലനാത്മകത കാണിക്കുന്നു. ആശ്രിതത്വം, ഡിപ്പെൻഡൻസി കൂടുതലാണ് അല്ലെ, എപ്പോഴും മറ്റുള്ള ഒരാൾ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെ, ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല, എപ്പോഴും അവർക്ക് ആശ്രിതത്വം വേണം, ആരുടെയെങ്കിലും ഒക്കെ ആശ്രിതത്വം അതിനാവശ്യമാണ്. ആ ഒരു ശൈശവഘട്ടത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഘട്ടമാണ് ഇത് ശൈശവം എന്ന് പറയുന്നത്. ഇനി ദ്രുതഗതിയിലുള്ള വളർച്ച സാധ്യമാകുന്ന ഘട്ടമാണ് ശൈശവഘട്ടം എന്ന് പറയുന്നത്. വളരെ വേഗത്തിലായിരിക്കും ശൈശവഘട്ടത്തിൽ വളർച്ച എന്ന് പറയുന്നത്. ഇനി ഭാഷാശേഷി വികാസം ആരംഭിക്കുന്നു, ഭാഷാശേഷി വികസനം ആരംഭിക്കുന്നു. അതുപോലെ സ്നേഹം, സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം അല്ലെ. ഈ ഒരു ശൈശവഘട്ടത്തിൽ എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ അല്ലെ എനിക്ക് സുരക്ഷിതത്വം, അംഗീകാരം എന്നിവയ്ക്കുള്ള ആഗ്രഹം ഏത് ഘട്ടത്തിലാണ്? ഈ ഒരു ശൈശവഘട്ടത്തിലാണ് തോന്നുന്നത്. അതായത് മറ്റൊരു കുട്ടിയെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയെ എടുക്കുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യും? വിഷമം തോന്നുന്ന ഘട്ടം. ഇനി അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിക് ആണ്. ഞാൻ, എൻ്റേതാണ്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ് അല്ലെ, ഇതെൻ്റെ കളിപ്പാട്ടമാണ്. ഇങ്ങനെയൊക്കെ ഒരു അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിക് തോട്ട്സ് ഉണ്ടാവുന്ന ഘട്ടമാണ് ശൈശവം എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഭാവനാ ലോകത്തിൽ വിഹരിക്കാനുള്ള താല്പര്യമാണ് ഇവർ കാണിക്കുന്നത് അല്ലെ. ഇവരുടെ തന്നെ ഒരു ഭാവനാ ലോകത്തിലാണ് ഇവർ വിഹരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വികാരത്തിൽ നിന്ന് പെട്ടെന്നാണ് മറ്റൊരു വികാരത്തിലേക്ക് കടക്കുന്നത് അല്ലെ. ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്നായിരിക്കും എന്ത് ചെയ്യുക? കരയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു മറ്റൊരു വികാരത്തിലേക്ക് പെട്ടെന്നുള്ളൊരു മാറ്റം കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ശൈശവഘട്ടത്തിൽ. പൊതു സവിശേഷതയാണ്. ഇനി ആഗ്രഹം സാധ്യമായില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സാഹചര്യം ഒന്നും നോക്കാതെ തന്നെ അവരുടെ വൈകാരിക പ്രതിഷേധങ്ങൾ, കരച്ചിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, അവരെന്ത് ചെയ്യും? ബഹളം വയ്ക്കായിക്കോട്ടെ എന്ത് ചെയ്യും? വൈകാരിക പ്രകടനം കാണിക്കുന്ന ഘട്ടമാണ്. ആവശ്യങ്ങൾ നേടുന്നതിനുള്ള വ്യഗ്രതയുള്ള ഘട്ടം അല്ലെ. എൻ്റെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കണമെന്നുള്ള ഒരു വ്യഗ്രത നേടുന്ന ഘട്ടമാണ് ശൈശവം. വിവിധതരം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കളികളോടുള്ള ഇഷ്ടം, പല വസ്തുക്കൾ വെച്ചിട്ടുള്ള കളികൾ നടക്കുകയെന്ന്. അതുപോലെ ശ്രദ്ധാദൈർഘ്യക്കുറവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ തന്നെ അവർക്ക് കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ശ്രദ്ധാദൈർഘ്യക്കുറവ് എന്ന് പറയുന്നത്. അടുത്തതാണ് അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷിക്കുറവ് കാണിക്കുന്ന ഘട്ടവും ഏതാണ്? ശൈശവ ഘട്ടമാണ്. ശൈശവഘട്ടത്തിൽ അമൂർത്ത ചിന്തനത്തിനുള്ള ശേഷി വളരെ കുറവാണ്. ഇതാണ് ശൈശവഘട്ടം എന്ന് പറയുന്നത്.
അടുത്ത ഘട്ടമാണ് ബാല്യം. ശൈശവഘട്ടം കഴിഞ്ഞ് ബാല്യം. 3 വയസ്സ് വരെ നമ്മൾ ശൈശവഘട്ടമാണെന്ന് പറയും. 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഘട്ടം അതെന്താണ്? ആദ്യ ബാല്യം എന്ന് നമ്മൾ പറഞ്ഞു. 6 മുതൽ 9 വയസ്സ് വരെ മധ്യബാല്യം. 9 മുതൽ 12 വരെ നമ്മൾ അന്ത്യബാല്യം എന്നിങ്ങനെയാണ് ബാല്യത്തെ വിഭജിച്ചിരിക്കുന്നത്. അപ്പോൾ ബാല്യത്തിൽ 3 മുതൽ 12 വയസ്സ് വരെയുള്ള ഘട്ടത്തെ ബാല്യം എന്നാണ് പറയുക. അതിനെ വീണ്ടും തിരിച്ചിട്ടുണ്ട്. 3 മുതൽ 6 വരെ ആദിബാല്യം, 6 മുതൽ 9 വരെ മധ്യബാല്യം, 9 മുതൽ 12 വരെ അന്ത്യബാല്യം. ഇനി ആദ്യ ബാല്യം എന്ന് പറഞ്ഞാൽ കൂടുതലും അവരെന്തുമായിട്ടാണ് ഇടപെടുന്നത്? കളിപ്പാട്ടങ്ങളുടെ കാലം അല്ലെ, കളിപ്പാട്ടങ്ങളുമായിട്ട് ടോയ് ഏജ് എന്നറിയപ്പെടുന്ന ഏതാണ്? ആദ്യ ബാല്യമാണ്. ടോയ് ഏജ്. ആദ്യ ബാല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോയ് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന വികസന ഘട്ടമാണേത്? ആദ്യ ബാല്യം, ടോയ് ഏജ് ആണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കുട്ടികൾ എന്ത് ചെയ്യും? വളരെ ഷാഠ്യം, പിടിവാശികളൊക്കെ കാണിക്കുന്ന ഒരു വികസന കാലമാണ് ആദ്യ ബാല്യം എന്ന് പറയുന്നത്. ഈ ആദ്യ ബാല്യത്തെ വിളിക്കുന്നതാണ് സംഘബന്ധപൂർവഘട്ടം. സംഘബന്ധപൂർവഘട്ടം. ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പ്രീ ഗ്യാങ് ഏജ്, സംഘബന്ധപൂർവഘട്ടം അല്ലെങ്കിൽ എന്താണ്? പ്രീ ഗ്യാങ് ഏജ് എന്ന് പറയാം. അതായത് ഒരു ഗ്യാങ് ഒന്നും, ഒരു കൂട്ടുകെട്ടൊന്നും അവർക്ക് അന്നേരം ഉണ്ടാവത്തില്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഘട്ടമാണ് ഏത്? സംഘബന്ധ പൂർവ്വഘട്ടം. അതായത് ആദ്യ ബാല്യത്തിൽ അവർ കൂട്ടുകെട്ടൊന്നും ഇല്ല. ആ കൂട്ടുകെട്ടുണ്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള ഘട്ടമാണ് പ്രീ ഗ്യാങ് ഏജ്, ആദ്യ ബാല്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഒരു പേരാണ്, ആദ്യ ബാല്യത്തിന് വിളിക്കുന്നതാണ് സംഘബന്ധ പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികസനത്തിലും പങ്കുവഹിക്കുന്ന വികസന കാലം ഏതാണ്? ആദ്യബാല്യമാണ്. ഈ ആദ്യബാല്യത്തിലാണ് സ്വഭാവ രൂപീകരണവും വ്യക്തിത്വ വികസനവും നടക്കുന്ന ഘട്ടമാണ് ആദ്യബാല്യം. ഈ ആദ്യബാല്യത്തിൽ കുട്ടികളുടെ പൊതു സവിശേഷതകൾ എങ്ങനെയായിരിക്കും? ഒന്നാമതെന്ന് പറഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടം, ചാട്ടം, സംഘകളികൾ എന്നിവയിലൊക്കെ താല്പര്യം കാണിക്കുന്നു. അതുപോലെ അവരുടെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ കൂടുതൽ പ്രവർത്തനക്ഷമമാകുന്ന ഘട്ടം ആണേത്? ആദ്യ ബാല്യം എന്ന് പറയുന്നത്. ശാരീരികവും ജൈവപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ഇപ്പം അമ്മയോ അച്ഛനെയോ ഒക്കെ ആശ്രയിക്കുന്നത് പ്രവണത കുറയുന്നു. എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് പതുക്കെ പതുക്കെ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹം പ്രകടമാകുന്ന ഘട്ടമാണ്. ശാരീരികവും ജൈവപരമായുള്ള ആവശ്യങ്ങൾക്ക് അന്യരെ ആശ്രയിക്കുന്ന പ്രവണത എന്ത് ചെയ്യും? പതുക്കെ കുറയുന്ന ഘട്ടമാണ് ആദ്യബാല്യം. ഇനി അവർക്ക് എന്തൊക്കെയായിരിക്കും? ജന്തുക്കളുടെ കഥകൾ, അതുപോലെ താളപ്രധാനമായ ഗാനങ്ങൾ എന്നിവയൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു. കഥകൾ കേൾക്കുന്ന ഘട്ടം, പാട്ടുകൾ കേൾക്കുന്ന ഘട്ടം, ഇതൊക്കെയാണ് ആദ്യം. ഈ ആദ്യബാല്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ കുട്ടിക്കവിതകളൊക്കെ കുട്ടികൾക്ക് പാടിക്കൊടുക്കുന്നത് അല്ലേ. അപ്പം കളിക്കോപ്പുകൾ ഉപയോഗിച്ച് കളിക്കാനും അവയിൽ എന്താണ്? ജീവനുണ്ട് അല്ലെ, സചേതനത്വം അല്ലെ, സചേതനത്വം കണ്ടത്. അതായത് എന്താണ്? ആ കളിപ്പാട്ടത്തിന് എന്താണ്? ഒരു ടോയ് കിട്ടി അതിന് ജീവനുണ്ടെന്ന് സങ്കല്പിച്ചാണ് അവർ കളിക്കുന്നത്. അത് ആരോപിച്ച് അവർ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നത് ഈ ആദ്യ ബാല്യത്തിലാണ്. അതുപോലെ തന്നെ അനുകരണവാസന പ്രകടിപ്പിക്കുന്നു. മറ്റെന്തിനേയും അനുകരിക്കുന്ന വാസന കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ആദ്യ ബാല്യത്തിലാണ്. കൂടുതൽ ജിജ്ഞാസ പ്രകടിപ്പിക്കുകയും മുതിർന്നവരോട് എന്ത് ചെയ്യുക? പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അല്ലെ, മുതിർന്നവരോട് പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് ആദ്യ ബാല്യം. ബുദ്ധിവികാസം കൂടുതൽ ത്വരിതമാകുന്നു. അതുപോലെ മാറി മാറിയുള്ള വൈകാരിക പ്രകടനം. ബുദ്ധിവികാസം കുറച്ചുകൂടി എന്ത് ചെയ്യുക? ത്വരിതമാകുന്നു. മാറി മാറിയുള്ള വൈകാരിക പ്രകടനങ്ങളൊക്കെ കാണിക്കുന്ന ഘട്ടമാണ് ആദ്യ ബാല്യം. അടുത്തതാണ് എന്ത് നമ്മൾ പറഞ്ഞു? 6 മുതൽ 9 വയസ്സ് വരെയുള്ള മധ്യബാല്യം എന്ന് പറയുന്നത്. ഈ മധ്യബാല്യത്തിൽ പലതരത്തിലുള്ള വികാസങ്ങൾ സംഭവിക്കുന്നു. കായികവും ചാലകശേഷിപരവുമായിട്ടുള്ള വികസനം സംഭവിക്കുന്നു. അതായത് ഇന്ദ്രിയങ്ങളുടെയും പേശികളുടെയും ഒക്കെ ശക്തവും വൈവിധ്യമുള്ളതുമായിട്ട് അവർ പ്രവർത്തിക്കുന്ന ഒരു വികസന ഘട്ടമാണ് മധ്യബാല്യം. അപ്പോൾ കായിക വികസനവും ചാലകശേഷിപരവുമായിട്ടുള്ള വികസനം നടക്കുന്നു. അതായത് കായിക നൈപുണികൾ അവർ ആർജിക്കുന്നു. അതായത് മധ്യബാല്യത്തിൽ ദ്രുതഗതിയിൽ പരിപക്വനവും പേശി വളർച്ചയും നടക്കുന്നത് ആണ്. ആ ഒരു കായിക നൈപുണി അവർ ആർജിക്കുന്നു. തൻ്റെ വൈകാരിക വ്യവഹാരം, അപ്പം അതായത് നാണം, ലജ്ജ, ഉത്കണ്ഠ, ഈർഷ്യ, അതുപോലെ പ്രതീക്ഷ, നിരാശ, പ്രിയം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത രീതികൾ കുറച്ചുകൂടി ശൈശവത്തിൽ നിന്ന് മാറി കുറച്ചുകൂടിയുള്ള ഒരു വൈകാരിക പ്രകടനങ്ങൾ കാണിക്കുന്നു. ശൈശവത്തിൽ എന്താണ്? കരച്ചിലായിരുന്നു ആദ്യത്തെ വൈകാരിക പ്രകടനം അല്ലെ. ഇവിടെ എന്താണ്? ലജ്ജയും ഉത്കണ്ഠയും ഈർഷ്യയും പ്രതീക്ഷ, നിരാശ, പ്രിയം
അങ്ങനെയുള്ള കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള വൈകാരിക പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന അങ്ങനെ വൈകാരിക വികസനം സാധ്യമാകുന്നു. ഇനി വികാര പ്രകടനങ്ങൾ നിയന്ത്രിക്കുന്നതും അതുപോലെ അത് വിധേയത്വം അധീശത്വം മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതുമായിട്ടുള്ള ഒരു വികസന ഘട്ടം, അതായത് വൈകാരിക വികസനത്തിൽ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, വികാര പ്രകടനങ്ങൾ അവരുടെ നിയന്ത്രണം നേരത്തെ കാര്യത്തിലൊന്നും നിയന്ത്രണ വിധേയമല്ല, ഇതെന്താണ് നിയന്ത്രിക്കാനും അല്ലെ വിധേയത്വവും അധീശത്വവും ഒക്കെ മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇവരുടെ ഈ ഒരു ഘട്ടത്തിലെ വൈകാരിക വികസനം എന്ന് പറയുന്നത്. ഈ വൈകാരിക വികസനത്തിൽ വികാരങ്ങൾ അതുപോലെ തീവ്ര വികാരങ്ങൾ രൂപപ്പെടുന്ന ഒരു ഘട്ടമാണേത്, ഈ മധ്യബാല്യത്തിലെ വൈകാരിക വികസനം എന്ന് പറയുന്നത്. ഇനി വൈകാരിക വികസന കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് ആത്മരതിയുടെ കാലഘട്ടം. അതായത് എന്താണ്, ഏജ് ഓഫ് നാർസിസം എന്ന് പറയും. അതായത് ആത്മരതിയുടെ, അതായത് ഈ ഒരു മധ്യബാല്യത്തിൽ കുട്ടി എന്ത് ചെയ്യാണ്, ആത്മരതി, അവൻ്റെ സ്വന്തമായിട്ട് ആത്മരതിയുടെ കാലഘട്ടമാണ് അല്ലേ. അതുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് ആത്മരതിയുടെ കാലഘട്ടം എന്ന് മധ്യബാല്യത്തെ മധ്യബാല്യത്തിലെ വൈകാരിക വികസനം എന്ന് പറയുന്നത് എന്താണ്, ആത്മരതിയുടെ കാലഘട്ടമാണ്. അടുത്തതാണ് ബൗദ്ധിക വികസനം. മധ്യബാല്യത്തിൽ ബൗദ്ധിക വികസനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സമീപസ്ഥ പരിസ്ഥിതിയുടെ നിരവധി അനുഭവങ്ങൾ കുട്ടിക്കുണ്ടാവുന്നതും അതിലൂടെ ഒട്ടേറെ വിജ്ഞാനം കുട്ടി ആർജിക്കുകയും ചെയ്യുന്നു. കളികളിലൂടെ വായനയിലൂടെയും എഴുത്തിലൂടെയും ബാലപാഠങ്ങൾ അഭ്യസിക്കുന്ന ഘട്ടമാണ് ഈ ഒരു മധ്യബാല്യത്തിൽ എന്ന് പറയുന്നത്. ബൗദ്ധിക വികസന കാലഘട്ടത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആ കുട്ടിയിലെ മധ്യബാല്യത്തിലെ കുട്ടിയിൽ ജിജ്ഞാസയും നിർമ്മാണപരത വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് വെച്ച് നിർമ്മിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടുക്കി നിർമ്മിക്കാനും ഒക്കെ, അതുപോലെ ശേഖരിച്ചു വയ്ക്കാൻ, കളിയിലുള്ള ആന്തരിക താല്പര്യം, ഇതൊക്കെ കാണിക്കുന്നത് ഈ ഒരു മധ്യബാല്യത്തിലെ ബൗദ്ധിക വികസനത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ബൗദ്ധിക വികസന കാലഘട്ടത്തിൽ ജിജ്ഞാസ, നിർമ്മാണപരത, ശേഖരണ പ്രവണത, കളിയിലുള്ള ആന്തര താല്പര്യം ഇതൊക്കെ കാണിക്കുന്നു. ഇനി ഈ ഒരു ഘട്ടത്തിൽ കുട്ടി എന്താണ്, ഭാവനയുടെ കാലമെന്നും പറയുന്നു. കാരണം അനുകരണങ്ങളിലും യാഥാർത്ഥ സങ്കല്പത്തിലും കുട്ടി കൂടുതൽ പ്രാധാന്യം നൽകുന്ന ബൗദ്ധിക വികസനം അറിയപ്പെടുന്നതാണ് ഭാവനയുടെ കാലം. അതായത് ഏജ് ഓഫ് ഫാൻറ്റസി. ഇവരൊരു ഭാവനാ ലോകത്തിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അനുകരിക്കുകയും അങ്ങനെയൊക്കെ നടന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാവന അവർ തന്നെ സങ്കല്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഏജ് ഓഫ് ഫാൻറ്റസി, ഭാവനയുടെ കാലം എന്നറിയപ്പെടുന്നതാണ് ബാല്യമാണ്. അപ്പം ആദ്യ ബാല്യത്തെ നമ്മൾ പറഞ്ഞതാണ് സംഘബന്ധ പൂർവ്വകാലം എന്നാണ്. ഇതെന്താണ്, ഭാവനയുടെ കാലം എന്നറിയപ്പെടുന്നത് മധ്യബാല്യമാണ്. ഇനി കുട്ടിയുടെ ആദ്യത്തെ ശൈശവത്തിൽ നമ്മളെ ആദ്യമായിട്ട് ആരാണ് സമൂഹത്തിലേക്ക് ഇറക്കിയത്? അമ്മയാണല്ലേ. അമ്മയാണ് ആദ്യമായിട്ട് നമ്മളെ സമൂഹത്തിലോട്ട് ഇടപെടുത്തിയത്. ആരാണ്? അമ്മയാണ്. എന്നാൽ ഇവിടെ നമ്മുടെ ആദ്യത്തെ സമൂഹം, അമ്മ കഴിഞ്ഞു, അടുത്തത് പിന്നെ നമ്മുടെ സമൂഹം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതേതാണ്? കുടുംബമാണ്. അപ്പോൾ മധ്യബാല്യം കുട്ടിയുടെ ആദ്യത്തെ സാമൂഹിക വ്യവഹാര മേഖല ഏതാണ്? കുടുംബമാണ്. ഇനി കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരെ കണ്ടെത്താനും ചങ്ങാത്തം കൂടാനും തുടങ്ങുന്ന വികസന ഘട്ടമാണ് സാമൂഹികവും സാൻമാർഗികവുമായിട്ടുള്ള വികസനം. അത് കൂട്ടുകാരുമായിട്ട്, അതായത് ആദ്യ ബാല്യം നമ്മൾ പറഞ്ഞു സംഘബന്ധ പൂർവ്വകാലമാണ്. അപ്പോൾ സംഘങ്ങളൊന്നും ഗ്യാങ്ങുകളൊന്നും രൂപീകരിക്കുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, മധ്യബാല്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു അംഗനവാടി സ്റ്റേജാണ് അല്ലെ, അംഗനവാടിയിലേക്ക് പോകുന്ന സമയം. അപ്പോൾ ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരെ കണ്ടെത്താനും ചങ്ങാത്തം കൂടാനും തുടങ്ങുന്ന ഘട്ടമാണ് ഏത്? മധ്യബാല്യം. സാമൂഹികവും സാൻമാർഗികവുമായിട്ടുള്ള വികസനം നടക്കുന്നു. ഈ കൂട്ടുകാരെ കണ്ടെത്തുന്നത് ഒരു സാമൂഹിക വികസനമാണ്. കുട്ടി സഹകരണവും അനുകമ്പയും സാമൂഹിക അംഗീകാരവും കലഹവും കളിയാക്കലും വഴക്കിടലുകളും ശത്രുതയുമെല്ലാം ഉൾപ്പെടെ സങ്കീർണമായ ഒരു സാമൂഹിക വ്യവഹാര ശൈലി ആർജിക്കുന്ന ഘട്ടമാണ് ഏത്? സാമൂഹിക സാൻമാർഗിക വികസന ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മധ്യബാല്യത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, സഹകരണവും അനുകമ്പയും സാമൂഹിക അംഗീകാരവും കലഹവും കളിയാക്കലും വഴക്കടിക്കലും ശത്രുതയും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഘട്ടമാണ് മധ്യബാല്യം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഘട്ടമാണ് ഭാഷാ വികസനം. കുട്ടിയിലെ ആദ്യ വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നു, പദാവലികൾ രൂപം കൊള്ളുന്നു. കുട്ടിയിലെ പദങ്ങൾ ചേർത്ത് പദാവലി വളരെ പെട്ടെന്ന് വികസിക്കുന്ന വികസന ഘട്ടമാണ്
ഭാഷാ വികസനം. അപ്പോൾ കുട്ടിയുടെ പദാവലി വളരെ പെട്ടെന്ന് വികസിക്കുന്ന ഘട്ടം ഏതാണ്? ഭാഷാ വികസനമാണ്. ഇത് ഏത് ഘട്ടത്തിലാണ്? മധ്യബാല്യത്തിലാണ്. അർത്ഥമുള്ള വാചകങ്ങളും വാക്യങ്ങളും നിർമ്മിക്കുകയും ആശയവിനിമയം വേഗത്തിൽ നടത്താനുള്ള കഴിവ് ആർജിക്കുകയും ചെയ്യുന്ന ഭാഷാ വികസന ഘട്ടം ഏതാണ്? മധ്യബാല്യത്തിലാണ്. അപ്പോൾ മധ്യബാല്യത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? പദാവലി രൂപം കൊള്ളുന്നു, അർത്ഥമുള്ള വാചകങ്ങളും വാക്യങ്ങളും ഒക്കെ പറയുന്ന ഘട്ടമാണേത്? ഈ ഒരു മധ്യബാല്യത്തിൽ. ഇനി മധ്യബാല്യത്തിൻ്റെ പൊതു സവിശേഷതകൾ പ്രകൃതവും സവിശേഷതകളുമാണ്. മധ്യബാല്യത്തിൻ്റെ പൊതു സവിശേഷത എന്ന് പറഞ്ഞാൽ യുക്തിപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടപ്പെടുന്നു, യുക്തിപരമല്ലാത്ത ഉത്തരങ്ങളെ അവഗണിക്കുന്നു, അല്ലേ? അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, അവന് ഇഷ്ടപ്പെട്ട യുക്തിപരമല്ലാത്ത ഉത്തരങ്ങൾ കിട്ടുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അത് അവഗണിക്കുന്നു. അതുപോലെ കഥകൾ കേൾക്കാൻ, വീരകഥകൾ, ജന്തുകഥകളൊക്കെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ കോമഡി, ഫലിതബോധമുള്ള സന്ദർഭങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതൊക്കെ മധ്യബാല്യത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു, വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നു, സംഘബോധം തീവ്രമാണ്, അല്ലെ? കളിക്കൂട്ടുകൾ ഉണ്ടാവുന്നു, സംഘബോധം ഉണ്ടാവുന്നു, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറാൻ കഴിയുന്ന ഘട്ടമാണ് മധ്യബാല്യം. ഇനി സങ്കല്പ ലോകത്ത് നിന്ന് ഏറെക്കുറെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ? ഈ മധ്യബാല്യത്തിൽ വിടവാങ്ങുന്നെന്ന് പറയാം. അതാണ് സങ്കല്പ ലോകത്തു നിന്ന് ഏറെക്കുറെ വിടവാങ്ങുന്ന ഘട്ടമാണ് മധ്യബാല്യം എന്ന് പറയാം. അതുവരെ സങ്കല്പ ലോകത്തിലായിരുന്നു, അല്ലെ? ഇനി അടുത്തതാണ് അന്ത്യബാല്യം എന്ന് പറയുന്നത്. അന്ത്യബാല്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. 9 വയസ്സ് മുതൽ 12 വയസ്സ്. ഇവിടെ നമ്മൾ മധ്യബാല്യത്തിൽ കുട്ടികൾ പതുക്കെ കൂട്ടുകാരുമായിട്ട് ചങ്ങത്തം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ അന്ത്യബാല്യത്തിൽ എന്താണ്? പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടമാണ്, അല്ലേ? അപ്പോൾ സൗഹൃദമുണ്ടാകുന്നു, സഹകരണത്തിന് കുട്ടി പ്രാധാന്യം നൽകുന്നു. അപ്പോൾ സംഘബന്ധങ്ങളുടെ കാലം എന്ന് പറയും. അപ്പോൾ ആദ്യബാല്യം എന്ന് പറയുന്നത് സംഘബന്ധപൂർവ്വ പ്രീ ഗ്യാങ് ഏജ് ആണ്. അപ്പോൾ അന്ത്യബാല്യമാണ് എന്ത്? ഗ്യാങ് ഏജ്. ഇതിനിടയിലുള്ളതാണ് മധ്യബാല്യം. അതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്, അല്ലേ? ചെറിയ കൂട്ടുകെട്ടങ്ങളിലൊക്കെ രൂപപ്പെടുന്നുണ്ട്, പക്ഷെ എന്നാൽ എന്താണ്? സംഘബന്ധകാലമല്ല, ഗ്യാങ് ഏജ് അല്ല. അന്ത്യബാല്യത്തിൽ വന്നു കഴിഞ്ഞാൽ അംഗനവാടികളിലൊക്കെ LKGയിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എന്താണ്? ഗ്യാങ് ഏജ് ആണ്, സംഘങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ സംഘബന്ധങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നത് അന്ത്യബാല്യമാണ്. അപ്പോൾ മനഃശാസ്ത്രജ്ഞർ സംഘബന്ധകാലം എന്ന് വിളിച്ചത് ഏതാണ്? അന്ത്യബാല്യം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒരേ പ്രായത്തിലുള്ളവരിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുകയും അവരുടെ സംഘങ്ങളിൽ അംഗത്വം തുടങ്ങിയവയ്ക്ക് ഇവർ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ സംഘത്തിൻ്റെ അവരുടെ ഗ്രൂപ്പിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കുട്ടികൾ പെരുമാറുന്ന ഘട്ടമാണ് പൊരുത്തപ്പെടലിൻ്റെ കാലം. ഏതാണ്? അന്ത്യബാല്യം. ഏജ് ഓഫ് കൺഫോമിറ്റി. അവർ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു, കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന കാലമാണ് അന്ത്യബാല്യം. ഈ ഒരു ഘട്ടത്തിൽ വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കും. വളർച്ച എന്ന് പറയുന്നത് എന്താണ്? അന്ത്യബാല്യത്തിൽ മന്ദഗതിയിലാണ് വളർച്ച നടക്കുന്നത്. ലൈംഗിക മേഖലയെ ഒഴികെ മറ്റെല്ലാ ശാരീരിക മാനസിക പ്രവർത്തനങ്ങളിലും കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? പരിപക്വനം ആർജിക്കുന്ന കാലമാണ് അന്ത്യബാല്യം എന്ന് പറയുന്നത്. ഇനി അന്ത്യബാല്യത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്താണ്? ഈ അന്ത്യബാല്യത്തിൽ കുട്ടിക്ക് കൂടുതൽ സാമൂഹിക അവബോധം ഉണ്ടാകുന്നു, ഉത്തരവാദിത്വ ബോധം പ്രകടിപ്പിക്കുന്ന ഘട്ടമാണ് അന്ത്യബാല്യം. അതുപോലെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറാൻ കഴിയുന്നു, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറാനായിട്ട് കുട്ടിക്ക് കഴിയുന്നു. പഠനങ്ങളിലും കളികളിലും മത്സരബോധം വർദ്ധിക്കുന്നു, വിജയിക്കണമെന്നൊരു തോന്നലുണ്ടാകുന്നു. അതുപോലെ വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നു, വിമർശന ബുദ്ധിയോടുകൂടി ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറയാനായിട്ട്. അതുപോലെ വീരാരാധന പ്രബലമാകുന്നു, അല്ലെ? ആരെങ്കിലും ഇപ്പം അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കുന്ന ഘട്ടമാണ്. കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു. ചേച്ചിയെ ചേട്ടനെയൊക്കെ ആരാധിക്കുമല്ലോ, അതുപോലെ കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു, കായിക ശക്തിയും ധൈര്യവും വർദ്ധിക്കുന്നു. അതുപോലെ എന്താണ്? പിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അതായത് സമപ്രായ സംഘങ്ങൾ, ചെറിയ ചെറിയ ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ അവർ നടത്തുന്നു. ഇനി ശാസ്ത്രീയ ചിന്ത, പുതിയത് കണ്ടുപിടുത്തങ്ങൾ നടത്താനും ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരുന്ന ഘട്ടമാണ് ഈ അന്ത്യബാല്യം എന്ന് പറയുന്നത്. ഭാഷാശേഷിയിലെ നിപുണത, വൈദഗ്ധ്യം എന്ന് വെച്ചാൽ ഭാഷ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പഠിക്കുന്നു, വൈദഗ്ധ്യം നേടുന്നു. അതുപോലെ എന്താണ്? വൈകാരിക വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥിരതയാണ്. തൊട്ട് മുമ്പ് വരെ എന്താണ്? വികാരങ്ങളും പെട്ടെന്ന് മാറി വരികയാണ്. ഇവിടെ എന്താണ്? വൈകാരികത എന്ന് പറഞ്ഞാൽ എന്താണ്? വികാര പ്രകടനങ്ങൾ സ്ഥിരതയോടുകൂടിയുള്ള വികാര പ്രകടനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബാല്യത്തിൽ പഠിക്കാനുള്ളത്.
അപ്പോൾ ബാല്യഘട്ടത്തിൽ ഈ ഒരു 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു. ആദ്യ ബാല്യം എന്ന് പറഞ്ഞാൽ സംഘബന്ധ പൂർവ്വകാലമാണ്. മധ്യബാല്യം നമ്മൾ പറഞ്ഞു, അതൊരു ട്രാൻസിഷൻ പീരീഡാണ്. മധ്യബാല്യം ഗ്യാങ് ഏജ് ആണ്, ഭാവനയുടെ കാലമാണ്. മധ്യബാല്യം എന്ന് പറഞ്ഞാൽ ഏജ് ഓഫ് ഫാൻറ്റസിയാണ്. അടുത്തത് അന്ത്യബാല്യം എന്ന് പറഞ്ഞാൽ ഗ്യാങ് ഏജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ബാല്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഒരു വികാസഘട്ടത്തിലെ ശൈശവം എന്ന ഘട്ടവും നമ്മുടെ ബാല്യം എന്ന ഘട്ടവുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കൗമാരവും അതുപോലെ പ്രായപൂർത്തി, വാർദ്ധക്യം, ഇതൊക്കെയുള്ള ഘട്ടമാണ് അടുത്ത പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗവുമായിട്ട് കാണും വരെ താങ്ക് യു.